ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത്ര സിമ്പിളായ ഒരു കാര്യമാണോ നമ്മൾ പഠിക്കുന്നത്. വളരെ സിമ്പിളാണ് ചില കാര്യങ്ങൾ, പക്ഷേ ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ ചേഞ്ച് ചെയ്തത്. എന്നെ നിങ്ങൾ പുറത്ത് കാണുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ആ ആൾ പുറത്ത് വരുന്നത് ഉള്ളിൽ ഇത്തരത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ്. സിമ്പിൾ ബട്ട് പവർഫുൾ, ലൈക്ക് ജാവ. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ ഭയങ്കര പവർഫുൾ ആണ്. ഇതിന് ടാക്സ് അടക്കണോ? വേണ്ട. ഇതിന് വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണോ? വേണ്ട. വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളോട് നമ്മൾ എന്ത് വെച്ചാൽ നമുക്കത് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ ഫൊർഗിവ്നെസ്. എന്താണ് ഫൊർഗിവ്നെസ് എന്ന് നമ്മൾ ശരിക്കും വ്യക്തമാക്കണം, മനസ്സിലാക്കണം. ഫൊർഗിവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് കൊടുക്കൽ. ഫൊർഗിവ്നെസ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലെറ്റിംഗ് ഗോ ഓഫ് ദ നീഡ് ഓഫ് ദ റിവെഞ്ച്. അതായത് മനുഷ്യനുള്ളിൽ, നമ്മുടെ ഉള്ളിലുള്ള ഒരാളോടുള്ള ദേഷ്യം, അത് ചെറുപ്പത്തിൽ നമ്മളെ പീഡിപ്പിച്ചതാവാം, ചെറുപ്പത്തിൽ നമ്മളെ പരിഹസിച്ചതാവാം, ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ വേദനകളും ഒറ്റപ്പെടലുകളും കാര്യങ്ങളും ആവാം, നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് ചെയ്തതാവാം, നമ്മുടെ അധ്യാപകർ നമ്മളോട് ചെയ്തതാവാം, നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് ചെയ്തതാവാം, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാവാം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഈ പ്രയാസങ്ങൾ നമ്മൾ കാലങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഇറ്റ്സ് എ ബിഗ് ബേർഡൻ. നമ്മൾ അറിയുന്നില്ല, നമ്മുടെ ഉള്ളിൽ മനസ്സിൻ്റെ ഡീപ്പ് സബ് കോൺഷ്യസ് ലെവലിൽ അത് അവിടെ ഉണ്ട് ഇപ്പോഴും. നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെ മറന്നുപോയില്ലേ? നോ, ഇറ്റ് ഈസ് ദേർ. അതുകൊണ്ടാണ് ചില ദിവസം നിങ്ങൾക്ക് ദേഷ്യം അറിയാതെ വരുന്നത്, ചില ദിവസം നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആവുന്നത്. യു ഡോണ്ട് നോ. കാരണം നിങ്ങൾ കോൺഷ്യസ്ലി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഇതെല്ലാം കിടന്ന് തിളച്ചു മറിയുന്നുണ്ട്. അത് നമുക്കറിയില്ല. ഇത് ഡീപ്പർ മൈൻഡിൽ അതുണ്ട്. അതിന് സമാനമായൊരു കാര്യം വന്ന് നിങ്ങൾക്കറിയില്ല. ചില ഇന്നുവരെ എന്നോട് പറഞ്ഞൊരു കാര്യം, അതായത് ട്രിഗർ ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ട്രിഗറിങ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ദേഷ്യം, വെറുപ്പ്, പകയെല്ലാം ട്രിഗർ ചെയ്യാൻ അന്ന് അനുഭവിച്ച സമാനമായ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വന്നാൽ മതി. നമുക്ക് അങ്ങോട്ട് ഇറിറ്റേഷൻ കയറിയിട്ട് അങ്ങോട്ട് അല്ലാണ്ടാവും നമ്മൾ. പിന്നെ നമ്മൾ ചിന്തിക്കും, എന്തിനാ ഞാൻ അതിന് മാത്രം ദേഷ്യപ്പെട്ടു. ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, ജീവിത പങ്കാളി കുറേ മുൻപ് കുറേ കാര്യങ്ങൾ നിങ്ങളോട് ചെയ്ത്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളോട്, അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദേഷ്യപ്പെട്ടു. അല്ലെങ്കിൽ ഭാര്യയോട് നിങ്ങളൊരു കാര്യം പറഞ്ഞു, എന്താണ് ഇന്ന രൂപത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവൾ അത് കേട്ടില്ല. ഭാര്യ മിസ്റ്റേക്ക് ചെയ്തു. പിന്നീട് എന്ത് ചെയ്യാണ്, വീണ്ടും ഇതേപോലെ ഒരു അവസരം വന്നു, വീണ്ടും ഇതേപോലെ ആ തെറ്റ് അവൾ ആവർത്തിച്ചു. അപ്പോൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് വീണ്ടും വിഷമം, പക്ഷേ നിങ്ങൾ ക്ഷമിച്ചു, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, അത് വിട്ടു. പക്ഷെ അതവിടെ ഉള്ളിലുണ്ട്, നിങ്ങളത് വിട്ടിട്ടുണ്ട്, നിങ്ങൾ മറന്നു, വേറെ കാര്യങ്ങളിലൊക്കെ പോയി. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം ആ സിമിലറായ, അതിന് സമാനമായ വേറൊരു കാര്യം കൂടി ഉണ്ട്. അങ്ങനെ ഇതിങ്ങനെ ഉണ്ടാവുന്നു, അതിങ്ങനെ നിങ്ങൾ വിട്ട് കളയുന്നു, ഒന്നും ചെയ്യുന്നില്ല, മനസ്സിൽ അവിടെ വിട്ട് കളയുന്നു. പക്ഷേ കുറെ കഴിയുമ്പോൾ ഒരു 5ാമത്തെ തവണയോ 6ാമത്തെ തവണയോ സിമിലറായ ഒരു കാര്യം ഉണ്ടായാൽ, എവിടെന്നാന്നറിയില്ല, മാലയിൽ കോർത്തതുപോലെ ആ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് അടിഞ്ഞുകൂടാൻ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കും. ചെറിയൊരു കാര്യം ഉണ്ടാവുള്ളൂ, നിന്നോട് പല തവണ ഞാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങും. നീ ഇത് 1-2 തവണയല്ല ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിൽ നിന്ന് ദേഷ്യം മുഴുവൻ അങ്ങോട്ട് പുറത്തെയാണ്. സോ ഡീപ്പർ ലെവലിൽ എല്ലാ ഇമോഷൻസും അവിടെ തന്നെ കിടക്കും. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. ചില ആൾക്കാർക്ക് സ്റ്റേജിൽ കയറാൻ പേടിയാണ്. കാരണം എന്താ? ചെറുപ്പത്തിൽ അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഷോക്കാവാം, ഒരു പേടിപ്പെടുന്ന ഒരു അനുഭവമാവാം. അതുമൂലം ഇപ്പോഴും സ്റ്റേജിൽ കയറാൻ പേടിക്കുന്നവരുണ്ട്. കാരണം ക്ലാസ്സിൽ എണീറ്റുന്ന സമയത്ത് മറ്റുള്ള കുട്ടികൾ ചിരിച്ചതാവാം, ടീച്ചർ പാട്ട് പാടാൻ വിളിച്ച സമയത്ത് അവിടെ പോയിട്ട് പരിഹസിക്കപ്പെട്ടതാവാം. പക്ഷെ അത് മറന്നുപോയിട്ടുണ്ട്, ഇപ്പോൾ ഓർമ്മയിൽ പോലും ഇല്ല. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതുണ്ട്, അവിടെ അത് സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ട്, അതിന് ഓർമ്മയുണ്ട്. ഇപ്പോൾ വീണ്ടും സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഭയം വരുന്നതിൻ്റെ കാരണങ്ങൾ ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളാണ്. ഇതാണ് പറയുന്നത് വെച്ചാൽ ഡീപ്പർ ലെവലിൽ കിടക്കുന്ന പല സംഭവങ്ങൾ. ഇതുപോലെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള വെറുപ്പ്, വിദ്വേഷം, പക, ഇത് നമ്മുടെ മനസ്സിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടാകും, ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. റിലേഷൻഷിപ്പ് ഒരിക്കലും എന്ത് ചെയ്യില്ല,
ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഈ ഒരു വെറുപ്പും വിദ്വേഷമുള്ള ആൾക്ക് ഭയങ്കരമായ സോഷ്യൽ ബ്ലോക്ക് ആയിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യപ്പെടാൻ ഇവർക്ക് ആഗ്രഹമില്ല, പക്ഷെ ദേ വിൽ ഗെറ്റ് ആംഗ്രി ഈസിലി. അവർ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ഉപദേശിക്കുകയോ ചെയ്താൽ മതി, അവർക്ക് പറ്റൂല. അവർ അടിച്ചമർത്തപ്പെടുന്ന പോലെ ചെറുപ്പത്തിൽ ഒരുപാട് ഒറ്റപ്പെടുത്തലുകളും ഒരുപാട് സപ്രഷനും ഒരുപാട് എന്താ പറയുക പരിഹാസമൊക്കെ കേട്ട് വളർന്നു വന്ന ഒരാളാണ്. സ്നേഹം വേണ്ട രീതിയിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇച്ചിരി സ്നേഹം കിട്ടുമെങ്കിൽ അവിടേക്ക് ചായും. ആ സ്നേഹം അങ്ങ് നഷ്ടപ്പെടുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഒരു വ്യക്തി വന്നിട്ട് ഒന്ന് ഉപദേശിക്കാൻ ശ്രമിച്ചാൽ മതി. ഉപദേശം ഇഷ്ടമില്ലാത്ത എത്രയോ പേരുണ്ട്, പെട്ടെന്ന് റിട്ടയർഡ് ആവും. ഇവർക്ക് എന്താണ് ചെറുപ്പത്തിൽ എവിടുന്നൊക്കെയോ ഇതേപോലെ കിട്ടിയിട്ടുണ്ടല്ലോ, അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, അവർക്കതിൽ മതിയായിട്ടുണ്ട്. അതിൻ്റെ സൈഡ് എഫക്റ്റാണ് ഈ ഫീഡ്ബാക്ക് പോലും കേൾക്കാനുള്ള മനസ്സില്ലാത്തത്. ഇത് കണക്റ്റഡാ. പഴയ നമ്മുടെ റൂട്ടുമായിട്ട് നമ്മുടെ ഫ്രൂട്ടും കണക്റ്റഡാ. ഇപ്പം നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് പഴയ റൂട്ട്സിൽ നിന്ന് വരുന്നതാണ്. ആ വേരുണ്ട്, കണക്റ്റഡാ ഡീപ്പർ ലെവലിൽ. അപ്പം നിങ്ങളുടെ ഫർഗിവ്നെസ് നിങ്ങൾ ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യലി ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് പാർട്ട്നേഴ്സിനെ വിശ്വസിക്കാൻ കഴിയില്ല, സപ്ലയേഴ്സിനെ വിശ്വസിക്കാൻ കഴിയില്ല, ബിസിനസ് പാർട്ണർഷിപ്പിന് ഭയമായിരിക്കും, സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല, ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഭർത്താവുമായിട്ട് ഭാര്യയായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, എന്നും അടിയും വഴക്കും പ്രശ്നങ്ങളായിരിക്കും. അപ്പം ആ വേര് കട്ട് ചെയ്യണം. യു ഹാവ് ടു പ്ലക്ക് ഇറ്റ് ആൻഡ് റിമൂവ് ഇറ്റ്. അത് വേരോടെ പിഴുതെറിയണതിന്, അത് എറിയാനുള്ള ഏറ്റവും നല്ല ആയുധം അവർക്ക് മാപ്പ് കൊടുക്കലാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ മാപ്പ് കൊടുക്കാൻ കഴിയുമോ? ഈസ് ഇറ്റ് ഈസി? ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ചിലർ മാപ്പ് കൊടുക്കൂല. ചിലർ ആ ദേഷ്യം മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കും. എന്തോ വലിയ, ഞങ്ങളുടെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ എന്തോ വലിയ കിടുതയായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കും, എന്തോ വലിയ കാര്യമായിട്ട്. ആർക്കാ ലാഭം? നഷ്ടമാണ്, നമുക്ക് നഷ്ടം. നമ്മളോട് ഉപദ്രവം ചെയ്ത വ്യക്തി അയാൾ ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ടോ? ഇപ്പോഴും ആ കാര്യം ആലോചിക്കുമ്പോൾ മനസ്സ് വിഷമിക്കുന്നു, ഡൗൺ ആകുന്നു, എനർജി നഷ്ടപ്പെടുന്നു. ഇപ്പോഴും അതിൻ്റെ പേരിൽ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പണ്ടെങ്ങോ ആരോ ചെയ്ത ഉപദ്രവത്തിന് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ട്, മനസ്സിൽ അത് സൂക്ഷിക്കുന്നത് കൊണ്ട്, അയാളോടുള്ള പക സൂക്ഷിക്കുന്നത് കൊണ്ട്, ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് സൂക്ഷിക്കുന്ന ആ പക കൊണ്ട് നടക്കുന്നത് കൊണ്ട് ആർക്കാ നഷ്ടം? ആരുടെ ലൈഫാ തകരുന്നത്? ആർക്കാണ് വിഷമമുള്ളത്? ആർക്കാണ് സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസം അനുഭവിക്കുന്നത്? ഇറ്റ്സ് യു. ബുദ്ധൻ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. ആ വാചകം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വാചകം ഇതാണ്: ദേഷ്യം ഒരാളോട് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഞാൻ വിഷം കഴിച്ചിട്ട് അവൻ മരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിന് തുല്യമാണ്. അതിലും വലിയ വിഡിത്തമുണ്ടോ? നമ്മളധികം ആൾക്കാരും എങ്ങനെ ചിന്തിക്കുന്നത്? ഒരാൾ നമ്മളോട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അയാളോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഞാൻ ഒരിക്കലും പുറത്തു കൊടുക്കില്ല, ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. വിഷമത്തിൽ നിന്നാണ് അറിയാം, പക്ഷെ ചെയ്യുന്നത് സ്വയം ജയിലിൽ അടയ്ക്കുകയാണ്, സ്വയം ലോക്കാക്കുകയാണ്. ആ തിരിച്ചറിവിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ മോചനം നേടണം. അത് ചിലപ്പോൾ നമ്മുടെ ഭാര്യയെ ഉപദ്രവിച്ച ഒരാളാവാം, നമ്മുടെ മക്കളെ ഉപദ്രവിച്ച ഒരാളാവാം, നമ്മുടെ സ്വത്ത് തട്ടിയെടുത്തതാവാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളാവാം, നമ്മുടെ മാതാപിതാക്കളെ ഉപദ്രവിച്ചതാവാം. whatever it is, forgive ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ട്? ഇറ്റ്സ് ഫോർ മീ, ഫോർ യു, ഫോർ us. നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മാപ്പ് കൊടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഫ്രീ ആവണം. മാപ്പ് കൊടുത്താൽ മാത്രമേ അത് ഫ്രീ ആവുള്ളൂ, അല്ലാതെ അത് ഫ്രീ ആവില്ല. നിങ്ങൾ വിചാരിക്കും അവന് പോയിട്ട് രണ്ടെണ്ണം പൊട്ടിച്ച് അവനെ ഇങ്ങോട്ട് ഉപദ്രവിച്ച് പണി കൊടുത്താൽ, അത് ഉപദ്രവിക്കുന്ന കാര്യം അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് മാപ്പ് കൊടുത്താലേ നമ്മുടെ അതിൽ നിന്ന് ഫ്രീ ആവുള്ളൂ. ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു മാലിന്യം വേറെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ഒരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു കുറ്റബോധമുണ്ട് പിന്നീട്. ഒരു കുറ്റബോധം തോന്നൂല എന്നൊക്കെ പറഞ്ഞാലും അത് ശരിയല്ല എന്നുള്ളത് നമുക്കറിയാം. അത് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന മറ്റൊരു ബ്ലോക്കാണ്, അത് മറ്റൊരു ശീലമായി മാറും. അപ്പം അതൊരിക്കലും നല്ല വഴിയല്ല. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾ മാപ്പ് കൊടുക്കണം. എന്നിട്ട് മാപ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഫ്രീ ആവണം. എന്താണ് മാപ്പ് കൊടുക്കൽ? നമുക്ക് കഴിയുമോ? ഇറ്റ്സ് നോട്ട് ഈസി.
അപ്പോൾ ഫൊർഗിവ്നെസ് ഈസ് ലെറ്റിംഗ് ഗോ ഓഫ് ദ നീഡ് ഓഫ് റിവെഞ്ച്. പക വീട്ടണം എന്നുള്ള ആ ഒരു കാര്യം മനസ്സിൽ നിന്ന് കളയില്ല. നമ്മൾ ഇത്രയും കാലം പഠിച്ചെന്ന് വെച്ചാൽ ആണാണെങ്കിൽ നിന്നെ ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ 2 പൊട്ടിക്കണം എന്നാണ് നമ്മുടെ സൊസൈറ്റി പഠിപ്പിച്ചു തന്നിരിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ 2 നമ്മുടെ പകയൊന്നും നമ്മൾ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ, പണി കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ പേര് ഷാഫി എന്നല്ല, അല്ലെങ്കിൽ എന്താ, അങ്ങനെയൊക്കെ വലിയ വലിയ ഡയലോഗുകളാണ്. ഇതൊക്കെ ആക്ച്വലി പറയുന്നത് വീക്കായിട്ടുള്ള ആൾക്കാരുടെ ലക്ഷണമാണെന്ന് പറയുന്നത്. കാരണം മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ദ വീക്ക് പീപ്പിൾ കനോട്ട് ഫൊർഗിവ്, ഫൊർഗിവ്നെസ് ഈസ് ദ ആട്രിബ്യൂട്ട് ഓഫ് ദ സ്ട്രോങ് എന്ന് പറയുക. അതായത് വീക്കായിട്ടുള്ള ആൾക്കാർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല, മറിച്ച് ശക്തന്മാരുടെ ക്വാളിറ്റിയാണ് മാപ്പ് കൊടുക്കാനുള്ള കഴിവെന്ന് പറയുന്നത്. മനസ്സിന് ശക്തിയുള്ളവർക്ക് അത് കൊടുക്കാൻ കഴിയുള്ളൂ. മനസ്സിന് ശക്തി ആർജിക്കണം. നമുക്ക് ശക്തിയുള്ളവരാവണം, വീക്ക് ആവണം. വാട്ട് ഡു യു വാണ്ട്, വീക്ക് ഓർ സ്ട്രോങ്? ടെൽ മീ, വാട്ട് ഡു യു വാണ്ട്, വീക്ക് ഓർ സ്ട്രോങ്? നിങ്ങൾ എവിടെയാണുള്ളത്? നിങ്ങൾ എവിടെയാണ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്തേ, വീക്ക് ഓർ സ്ട്രോങ്. സ്ട്രോങ് എന്നാണെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. വീക്ക് അവിടെയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ W എന്ന് കമൻറ്റ് ചെയ്തോളൂ. യെസ്, നിതിൻ പറയുന്നു യെസ്, സ്ട്രോങ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ട് നമുക്ക് മാറണം. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയും. ഇപ്പം ഞാൻ പറയുന്നു, നിങ്ങളിൽ അധികം ചില ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാവും, വീക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഡോണ്ട് വറി, വി വിൽ ഓവർകം ദാറ്റ്.